കഴിഞ്ഞ ദിവസം രാത്രി ലൈവില് ഒരു സംഭവം നടന്നിരുന്നു. ഒരു കോമഡിയാണ് സംഭവം, പക്ഷെ അത് നല്ല രസമുള്ള സംഭവമായിരുന്നു. അവിടെ ബിഗ് ബോസ് പ്രത്യേക ഡിന്നർ ഒരുക്കിയിരുന്നു എല്ലാവർക്കും, ഹൗസിലുള്ള എല്ലാ മെമ്പേഴ്സിനും. അതും അവർക്ക് വീടിനുള്ളിലായിരുന്നില്ല, ഗാർഡൻ ഏരിയയിൽ പ്രത്യേകം അറേഞ്ച് ചെയ്ത സ്ഥലത്താണ് അവർക്ക് ഡിന്നർ ഒരുക്കിയിരുന്നത്. അപ്പോൾ ആ ഒരുക്കിയിരുന്ന സ്ഥലം കണ്ടിട്ട് സാബുവിനെ ഭയങ്കര ഇഷ്ടമായി. സാബു പറഞ്ഞു, ഓ പ്രത്യേക ആംബിയൻസ് ആണ്, ഒരു കല്യാണമൊക്കെ നടത്താൻ പറ്റിയ നല്ല സൂപ്പർ ആംബിയൻസ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. നമുക്കിവിടെയുള്ള ആരുടെയെങ്കിലും കല്യാണം നടത്തിയാലോ എന്ന് സാബോട് ശ്വേതരെടുത്ത് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് അവിടേക്ക് ശ്രീതു കടന്നു വരുന്നത്. ശ്രീതു വന്നപ്പോൾ ശ്രീതുവിന്റെ അടുത്ത്, അല്ല ഞങ്ങൾ ഇവിടെ കല്യാണം നടത്തിയാലോ എന്ന് ആലോചിക്കാണ് എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീതുവിനൊന്നും മനസ്സിലായില്ല. ശ്രീതു അവിടെ വന്ന് ബെഡിലിരിക്കുകയാണ്. ആ സമയത്താണ് അർജുൻ അതിലൂടെ നടന്നു പോകുന്നത്. അപ്പൊ അർജുൻ ഈ റൂമിലേക്ക് തന്നെയാണ് വരുന്നത്, ഷൂ ഇടാൻ വേണ്ടിയിട്ട്, ഡെൻ റൂമിലേക്ക്. അപ്പൊ ഷൂ ഇടാൻ വേണ്ടി അകത്തേക്ക് കയറിയപ്പോ കൃത്യസമയത്തും ആളും എത്തി എന്ന് പറയുന്നുണ്ട് അർജുന്റെ അടുത്ത്. അപ്പൊ അർജുന കാര്യം മനസ്സിലായില്ല. അപ്പൊ അർജുൻ കാലുമ്പോൾ ഷൂ ഇടുന്ന സമയത്ത് സാബു പറഞ്ഞു, ഷൂ ലൈസൊക്കെ നന്നായി കെട്ടാനായിട്ട് പഠിച്ചോ, കെട്ടാനായിട്ട് കറക്റ്റായിട്ട് അറിയേണ്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അർജുനാകെ അന്തം വിട്ടിട്ട്, ഇതിന് ഷൂമേ ലേസ് ഇല്ലാത്ത ഷൂ ആണ് ഇതെന്ന് പറഞ്ഞു. അപ്പോഴും അർജുന് കാര്യം മനസ്സിലായിട്ടില്ല. അപ്പോൾ സാബു പറഞ്ഞു, ഞങ്ങളിവിടെ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്, അപ്പോൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അർജുൻ്റെ അടുത്ത്. അപ്പോൾ അർജുൻ എടുത്ത വഴിക്ക് പറഞ്ഞു, ഞാൻ ഓക്കെയാണ്, ഞാൻ എത്ര എണ്ണം കെട്ടിയതാ എന്ന് അവിടെ അർജുൻ പറഞ്ഞു. അതെന്താ അങ്ങനെയെന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അവിടെ റസ്മിൻ പറഞ്ഞു, അല്ല അവൻ മോഡലായിരുന്നല്ലോ, ആ മോഡലിങ്ങുമായി ബന്ധപ്പെട്ട് കുറെ കഴിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ അർജുൻ പറഞ്ഞത് എന്ന് റസ്മിൻ പറഞ്ഞ വഴിക്ക് എടുത്ത വഴിക്ക് ശ്രീതു പറയാണ്, ഞാനും സീരിയലിൽ കുറെ കല്യാണം കഴിച്ചിട്ട് എനിക്കും കുഴപ്പമില്ല എന്ന്. സാബു അത് കേട്ടത് ചോദിച്ചു, ആരാ പറഞ്ഞ നിങ്ങളെ തമ്മിലാ കെട്ടിക്കുന്നതെന്നുള്ളത്? ആര് പറഞ്ഞു? ഇതെന്തിനിപ്പം ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞേന്ന് ചോദിച്ചു അവിടെ ശ്രീതുവിന്റെ അടുത്ത്. ശ്രീതു ആകെ ചമ്മി നാണം കെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വേറെ മാറി പോകുന്നുണ്ടായിരുന്നു. ശ്രീതു ശരിക്കും കളിയാക്കി കൊന്നു. അപ്പൊ അതിന് മുൻപ് തന്നെ ഇത് സായിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ സായി പറഞ്ഞു, നമുക്ക് എന്തായാലും ഒരു വരണമാലയൊക്കെ ഞാൻ ഇപ്പൊ റെഡിയാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 വരണമാലയൊക്കെ അവിടെ അപ്പോഴേക്കും സായി റെഡിയാക്കി കൊണ്ടുവരല് കഴിഞ്ഞു. സായി സെറ്റാക്കി അപ്പോഴേക്കും അവിടേക്ക് എത്തിച്ചു. അവിടെ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് 2 മാല അവിടെ കൊണ്ടു കൊടുത്തു. മാല റെഡിയാണ്, ഇനി കെട്ടാനുള്ള ആൾക്കാരെ റെഡിയാക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മാല കൊണ്ടെങ്കിലും കഴിഞ്ഞു. അടിപൊളി സീനായിരുന്നു അത്. അതിനുശേഷം പുറത്ത് വന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ സിജോ അവിടെ അർജുന്റെ കൈ പിടിച്ചുകൊണ്ട് അവിടെ ഒരു ലക്ഷണം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, 10-62 ദിവസമായിട്ട് ഒരാളുടെ മനസ്സിൽ ഒരു കാര്യമുണ്ട്, അത് ഇവിടെ 2-3 തവണ അതിങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട്, അതിങ്ങനെ ബ്രേക്കപ്പ് ആയ പോലെ ആയിട്ടുണ്ട്, പക്ഷെ അതങ്ങോട്ട് തുറന്നു പറയുന്നില്ല എന്ന് പറഞ്ഞു അർജുന്റെ അടുത്ത്. അർജുന്റെ കൈ നോക്കിയിട്ട് പറയാണ്. അപ്പൊ എല്ലാവരും അടുത്തുണ്ട് കേട്ടോ. ആ സമയത്ത് അർജുൻ അവിടെ പറഞ്ഞു, പിന്നെ അത് ഇതുവരെ ഓണായിട്ടും കൂടിയില്ല, അപ്പോഴേക്കല്ലേ ഈ ഡയലോഗ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് അർജുൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു. സംഭവം നല്ല കോമഡി ആയിരുന്നു, എല്ലാവരും കളിയാക്കി കൊല്ലുന്നുണ്ടായിരുന്നു. പിന്നീട് അത് തീർന്നു. പക്ഷെ എന്നിരുന്നാലും കിട്ടിയ അവസരത്തിൽ സാബു ആണെങ്കിലും ശ്വേതയാണെന്നുണ്ടെങ്കിലും അർജുനിട്ട് ശ്രീധുനിട്ടും നല്ലൊരു കൊട്ടും കുട്ടി. അതാണെങ്കിൽ അർജുനിട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു, ശ്രീധു ആയിരുന്നു സത്യത്തിൽ ആ കെണിയിൽ വീണത്. ശ്രീധു ആണെന്ന് അവിടെ പറഞ്ഞിട്ടും കൂടി ഉണ്ടായിരുന്നില്ല. ശ്രീധു ആ മറുപടി പറഞ്ഞതിന് എല്ലാവരും കൂടി കളിയാക്കി കൊല്ലുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ ചുമ്മാ തമാശയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, എങ്കിൽ പിന്നെ വേണ്ട, നമുക്ക് അഭിലാഷിനെയും നന്ദനേനെയും കൂടി ആലോചിച്ചാൽ ഒരു എൻഗേജ്മെന്റെങ്കിലും അത്യാവശ്യം നമുക്ക് ഈ സെറ്റപ്പിൽ നടത്തി വെക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കളിയാക്കുന്നുണ്ടായിരുന്നു.